നമ്മൾ വാസ്തു ഒരു ശാസ്ത്രമാണ് എന്ന് നമ്മൾ പറഞ്ഞു. യഥാർത്ഥത്തിൽ അതൊരു സത്യമാണ്. അതുകൊണ്ടാണ് വാസ്തുശാസ്ത്രം എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ വിശ്വാസത്തിൻ്റെ പേരിലും ഭയത്തിൻ്റെ പേരിലുമല്ല നമ്മൾ നോക്കി കാണേണ്ടത്. അതിൻ്റെ പിന്നിലുള്ള ഫാക്റ്റ് എന്താണ്? ഇപ്പം നമ്മൾക്ക് സാധാരണ ഒരാൾ പറയുമ്പോൾ കിഴക്കുണ്ട്, പടിഞ്ഞാറുണ്ട്, തെക്കുണ്ട്, 4 ദിശ പറയും. വാസ്തു ശാസ്ത്രജ്ഞൻ പറയുമ്പോൾ അത് 10 ദിശയായി മാറും. ഇനി കുറച്ചുകൂടി വ്യക്തമായിട്ട് പറയുകയാണെങ്കിൽ 32 ദിശകൾ വരും. ഈ 32 ദിശ എന്ന് പറയുന്നത് 32 ഊർജ പ്രവാഹങ്ങളാണ്. യഥാർത്ഥത്തിൽ നമ്മളെ കൊച്ചു കേരളം ഈ ചുറ്റളവിൽ മാത്രം കുടുങ്ങിക്കിടക്കുന്നതുകൊണ്ട് ഈ ഭാഗങ്ങളിലേക്ക് ആരും സ്റ്റഡി ചെയ്യാതെ വന്നു. കൂടാതെ നമ്മൾ ഇതിലൊരു വലിയൊരു സത്യമുണ്ട്. നമ്മളെ മനുഷ്യാലയ ചന്ദ്രികയിലെ പോലും അതിനെക്കുറിച്ച് പറയുന്നില്ല. അതായത് നമ്മൾക്ക് എന്തൊക്കെ അനുഭവിക്കുന്നുണ്ടോ അതിനൊക്കെ കാരണം പഞ്ചഭൂതങ്ങളുടെ ക്രമീകരണമാണ്. കേരളത്തിലുള്ള ഒരു വാസ്തു ഗ്രന്ഥങ്ങളിലും ഇതിനെക്കുറിച്ച് പറയുന്നില്ല. കൂടാതെ നമ്മൾ അച്ഛൻ്റെ അടുത്തുനിന്ന് മകൻ പഠിക്കുന്നു, മകൻ്റെ അടുത്തുനിന്ന് അടുത്ത തലമുറ പഠിക്കുന്നു. ഇങ്ങനെ ഒരു താവഴിയായിട്ട് വരുമ്പോൾ ഇത് എന്തോ ഒരു അന്ധവിശ്വാസം കൈമാറുകയാണോ എന്ന് നമ്മൾ കരുതും. ഇതൊരു നല്ല സബ്ജക്റ്റാണ് കേട്ടോ. എന്തുകൊണ്ടാണ് വാസ്തുശാസ്ത്രത്തിന് ഒരു ഒക്കൾട്ട് സയൻസ് ആയിട്ട് കാണുന്നത്? ഇപ്പോൾ നമ്മൾ പറയുകയാണ്, സാധാരണ നമ്മൾ സയൻറ്റിഫിക്കലി പഠിക്കുമ്പോൾ നമ്മൾ സ്കൂളിലൊക്കെ പഠിച്ചിട്ടുണ്ട് H2O, 2 ഹൈഡ്രജനും 1 ഓക്സിജനും കൂടി കൂടിയാൽ ജലമായി മാറും. മാക്സ് പറയുകയാണെങ്കിൽ 2 2 4. അപ്പോൾ 2 2 4 എന്നുള്ളത് പ്രൂവണാണ്. പക്ഷേ ഞാൻ പറയുകയാണ്, നിങ്ങൾക്ക് കുട്ടികളില്ല എങ്കിൽ തെക്ക് പടിഞ്ഞാറ് മൂലയിൽ നിങ്ങളുടെ ബെഡ്റൂം ക്രമീകരിക്കുകയാണെങ്കിൽ റിസൾട്ട് വരുമെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ചിരിക്കും. കാരണം ഇത് അനുഭവത്തിൻ്റെ വെളിച്ചത്തിലുള്ള, അനുഭവത്തിനെ അളക്കാനുള്ള ഒരു സ്കെയില് നമ്മളുടെ ശാസ്ത്രങ്ങളിൽ ഇല്ല. സയൻറ്റിഫിക്കായിട്ട് അനുഭവത്തെ അളക്കാനുള്ള ഒരു മെഷർമെൻറ്റ് ടാപ്പും ഇന്ന് വരെ ഭൂമിയിൽ ഒരു ശാസ്ത്രജ്ഞനും കണ്ടെത്തിയിട്ടില്ല. തീർച്ചയായിട്ടും കുട്ടികളുണ്ടാവും. എനിക്ക് 5649 വീടുകളിൽ റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. ഇത് വെറുതെ പറയണതല്ല, കഴിഞ്ഞ 32 വർഷമായിട്ട് ഞാൻ അനുഭവിക്കുന്നതാണ് പല വീടുകളിലും. പിന്നെ ഇത് ഓരോരോ വ്യക്തികളുടെയും സ്വകാര്യതയാണ്. അതിനാൽ ഇന്ന ആൾക്ക് എന്ന് പറഞ്ഞ് എനിക്ക് അങ്ങോട്ട് പരസ്യപ്പെടുത്താൻ പറ്റില്ല. കാരണം അത് അവരുടെ സ്വകാര്യതയാണ്. നിങ്ങളിത് ഉപയോഗിച്ചോ 100% റിസൾട്ട് കിട്ടും. കാരണം പൃഥ്വി തത്വത്തിൽ നിങ്ങൾ വന്നോ, പൃഥ്വിയിൽ വന്നോ അത് മുളയ്ക്കും, നിങ്ങൾക്ക് റിസൾട്ട് വരും. ഇത് മാത്രമല്ല, ഭാര്യാഭർത്തൃബന്ധം, സാമ്പത്തികമായിട്ടുള്ള സേവിങ്സ്, കൂടാതെ നമ്മൾക്കുണ്ടാകുന്ന വ്യക്തിത്വ വികസനമായിട്ടുള്ളത്. നമ്മൾ കേട്ടില്ലേ, പറയണേൽ ഒരു ദമ്മ് വേണം, ഒരു ചങ്കൂറ്റം വേണമെന്ന്. ഇതൊക്കെ നിങ്ങളുടെ വീട്ടിൻ്റെ തെക്ക് പടിഞ്ഞാറ് മൂലയിനെ ആശ്രയിച്ചിട്ടാണ്. അവിടെ എത്രത്തോളം ശക്തമാണ് അവൻ പറയണതിനൊരു വെയിറ്റ് ഉണ്ട് കേട്ടോ. നമ്മൾ പറയാറില്ലേ, ഈ വെയിറ്റ് വരണോ നിങ്ങളുടെ സ്വന്തം വീട്ടിൻ്റെ തെക്ക് പടിഞ്ഞാറ് ശക്തമാകണം. അതിനെന്ത് ചെയ്യണം? ഇവിടെയാണ് ഒരു വാസ്തു കൺസൾട്ടൻറ്റിൻ്റെ ആവശ്യം. വാസ്തു ഭാരതി കഴിഞ്ഞ 12 വർഷങ്ങളായി തൃശ്ശൂർ വർക്ക് ചെയ്യുന്നുണ്ട്. ഡോക്ടർ നിശാന്ത് തോപ്പിൽ ഞാൻ തന്നെയാണ്. ഇപ്പോൾ 32 വർഷമായി ഈ ഒരു സയൻസിൽ ഞാൻ പഠനം നടത്തുന്നു. റിസൾട്ട് ഒരുപാട് കിട്ടുന്നുണ്ട്. നമ്മൾ ഉപയോഗപ്പെടുത്തുകയാണോ 100% റിസൾട്ട് ഉറപ്പ്. സയൻറ്റിഫിക് വാസ്തു എന്നുള്ള ടേം വന്നിരിക്കുന്നത് പഠനങ്ങളിലൂടെയാണ്. കഴിഞ്ഞ 32 വർഷങ്ങളായി ഞാൻ ഇതിൽ പല സ്ഥലത്തു നിന്നുള്ള പഠനങ്ങൾ നടത്തിയിട്ടുണ്ട്. നമ്മളെ കേരളത്തിലുള്ള ആറന്മുള വാസ്തുവിദ്യാ ഗുരുകുലം, ഔറംഗാബാദിലുള്ള ഡോക്ടർ മഖീർവാർ തുടങ്ങി ചൈനീസ് വാസ്തു, മഹാരാഷ്ട്രയിൽ നിന്നുള്ള വാസ്തു പണ്ഡിതന്മാർ, അങ്ങനെ ഒരു ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. ഈവൻ ഇറ്റാലിയൻ വാസ്തു കൺസൾട്ടൻസിൻ്റെ കൂടെ പോലും വർക്ക് ചെയ്യാനുള്ളൊരു ഭാഗ്യം ലഭിച്ചിട്ടുണ്ട്. അതൊരു ഈശ്വരാനുഗ്രഹമാണ്. ഇതിൽ നിന്നും മനസ്സിലായത് ഇതാണ്, നമ്മൾ വിശ്വാസത്തിലും അപ്പുറം പ്രൂവൻ സക്സസ് മെത്തേഡ് എന്ന രീതിയിൽ വാസ്തുശാസ്ത്രത്തിന്
നിങ്ങൾ ഉപയോഗപ്പെടുത്തുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ വാസ്തുശാസ്ത്രം കൊണ്ട് മാറ്റങ്ങൾ വരും. വാസ്തു ഭാരതി വാസ്തുവിനെ കുറിച്ചുള്ള പഠനങ്ങളും നടത്തുന്നുണ്ട്, പഠിപ്പിക്കുന്നുമുണ്ട്. ധാരാളം വിദ്യാർത്ഥികൾ കേരളത്തിൽ അകത്തും പുറത്തുമായിട്ട് വാസ്തുശാസ്ത്രം പഠനം നടത്തി നല്ല വാസ്തു കൺസൾട്ടൻ്റായിട്ട് വർക്ക് ചെയ്തു വരുന്നുണ്ട്. തീർച്ചയായിട്ടും ഈ ഒരു ശാസ്ത്രത്തെ ഉപയോഗപ്പെടുത്തുക, വാസ്തു ഒരു ശാസ്ത്രമായിട്ട് ഉപയോഗപ്പെടുത്തുക. കഴിഞ്ഞ 32 വർഷങ്ങളായി ഞാൻ ഈ ശാസ്ത്രത്തെ പഠിപ്പിക്കുന്നു. നിങ്ങളും ഇത് ഉപയോഗപ്പെടുത്തുക. ഞാൻ ഡോക്ടർ നിശാന്ത് തോപ്പിൽ. നിങ്ങൾക്ക് വാസ്തു ഉപയോഗപ്പെടുത്താൻ നിങ്ങൾക്ക് എപ്പോഴും വേണമെന്ന് സമീപിക്കാവുന്ന നിങ്ങളുടെ സ്വന്തം വാസ്തു കൺസൾട്ടൻറ്റ്. താങ്ക് യു. നമസ്തേ.